ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു ഗൂഗിൾ ഷീറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും അതിലെങ്ങനെയാണ് നമുക്കൊരു ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതെന്നും അല്ലെങ്കിൽ ഗൂഗിൾ ഷീറ്റിൻ്റെ ഉപയോഗങ്ങൾ എന്താണെന്നും എക്സൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഗൂഗിൾ ഷീറ്റ് എന്തെല്ലാം കാര്യത്തിന് ഉപയോഗപ്പെടുമെന്നും ഉള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അതായത് ഒരു ബേസിക് ലെവലിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് നമുക്കൊരു ഇമെയിൽ ഐ ഡി ഉണ്ടായിരിക്കണം, ഇമെയിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ഇമെയിൽ അക്കൗണ്ട് ഒരുവിധം എല്ലാവരുടെ കയ്യിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഫോൺ വഴിയും നമുക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വഴിയും നമുക്ക് അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ ഇമെയിൽ ഐ ഡി നമ്മൾ നമ്മുടെ ഫോണിലോ അല്ലെങ്കിൽ ഇതിൽ കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ ഇവിടെ ഒരു ഡ്രൈവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഡ്രൈവ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിപ്പോൾ നമ്മുടെ ഫോണിലായി കഴിഞ്ഞാലും ശരി, കമ്പ്യൂട്ടറിലായി കഴിഞ്ഞാലും ശരി, ഈ ഡ്രൈവ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ടാകും. അതായത് അതിൽ മൊത്തത്തിൽ 15 GB നമുക്ക് ഗൂഗിൾ ഫ്രീ ആയിട്ട് നമുക്ക് തരുന്നുണ്ട്. ആ 15 GB നമ്മൾ ആണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അതായത് ഒരു ക്ലൗഡ് പോലെ അത് പ്രവർത്തിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഗൂഗിൾ ഷീറ്റ്, എന്താണ് ഈ ഗൂഗിൾ ഷീറ്റ് എന്ന് പറഞ്ഞത്? അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക്, അല്ലെങ്കിൽ എക്സല് സംബന്ധിച്ചിടത്തോളം എക്സൽ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമുക്കത് സേവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ആ ഡാറ്റ എല്ലാം ഡിലീറ്റ് ആയി പോകും. ഇതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു വേർഡ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലൗഡിൽ സേവ് ആവും. ഓക്കെ, അപ്പോൾ അതെങ്ങനെ നമുക്ക് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാമെന്ന് ആദ്യം നോക്കാം. ഫസ്റ്റ് ഇതാ ഇവിടെ ഇവിടെ ന്യൂ ക്ലിക്ക് ചെയ്യുക. ന്യൂവിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഗൂഗിൾ ഷീറ്റ്, ഗൂഗിൾ ഡോക്യുമെന്റ്, ഗൂഗിൾ ഷീറ്റ്, ഗൂഗിൾ സ്ലൈഡ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവർ നൽകിയിട്ടുണ്ട്. അതിൽ നമ്മൾ ഗൂഗിൾ ഷീറ്റ് ഓപ്പൺ ചെയ്യും. ഈ ഗൂഗിൾ ഷീറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്കൊരു അൺടൈറ്റിൽഡ് സ്പ്രെഡ്ഷീറ്റ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം ഇതിലൊന്നും കാണത്തില്ല. അപ്പോഴത്തേക്കും നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ ഒരു പേര് നൽകുക. അപ്പോൾ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. ജസ്റ്റ് ഷീറ്റ് 1. ഓക്കെ, നമ്മളൊരു പേര് കൊടുത്തു. അപ്പോൾ ഈ പേര് കൊടുക്കുന്ന ടൈമിൽ തന്നെ മുകളിൽ ഒരു ക്ലൗഡിൻ്റെ സിമ്പിൾ വന്നിട്ട് സേവ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഷീറ്റ് 1, ഇനിയിപ്പം ഇത് നമ്മളിപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മുടെ ഷീറ്റ് ക്ലോസ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാലും ഈ ഷീറ്റ് 1 എന്ന് കൊടുത്ത പേര് ഇവിടെ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ ഷീറ്റ് ഇവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നമ്മുടെ എക്സൽ പോലെ തന്നെയാണ് നമുക്കിവിടെ കോളംസ് അവൈലബിൾ ആണ്. 1 A B C D എന്ന് പറയുന്ന കോളംസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 1 2 3 എന്ന് താഴോട്ട് റോകളും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ആണ് നമ്മൾ ഡേറ്റകൾ നമ്മൾ എൻ്റർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു ചെക്കിങ്ങിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് ജസ്റ്റ് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ കുറച്ച് ഡേറ്റകൾ എൻ്റർ ചെയ്യാൻ. അപ്പോൾ സീരിയൽ നമ്പർ ഒന്നാമത്തെ കോളത്തിൽ നമ്മളത് കൊടുത്തു, രണ്ടാമത്തിൽ നഹീം, 3 ഏജ്, ഇതാണെങ്കിൽ ഇവിടെ ഒരു ലൊക്കേഷൻ, ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു ഷീറ്റാണ്. ഈ ഷീറ്റിൽ നമുക്കിപ്പോൾ എത്ര വരെയാണ്, ഇപ്പോൾ ഒരു 20 പേര്, അല്ലെങ്കിൽ നമുക്കൊരു 20 പേര് വേണമെന്നുണ്ടെങ്കിൽ 21 വരെ സെലക്ട് ചെയ്യുക. അതിനുശേഷം മുകളിലായിട്ട് ഇവിടെ കുറച്ച് നമുക്ക് ടൂൾസ് അവൈലബിൾ ആയിട്ടുണ്ട്. അവിടെ ബോർഡേഴ്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും ബോർഡേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓൾ ബോർഡേഴ്സിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കതൊരു ബോർഡർ ക്രിയേറ്റ് ആയിട്ട് വന്നു. ഓക്കെ, ഇനി ഇവിടെ ബോർഡറിൻ്റെ സൈസ് ഉണ്ട്, അല്ലെങ്കിൽ കളറിങ് ഉണ്ട്. നമുക്കിവിടെ ബോർഡറിൻ്റെ കളർ, ഇപ്പം ഞാനിപ്പോൾ ബ്ലാക്ക് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ അത് ബ്ലൂവിലോട്ട് മാറ്റാം, വേണമെങ്കിൽ അത് ഗ്രീനിലോട്ട് മാറ്റാം, റെഡിലോട്ട് മാറ്റാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ബ്ലൂവിലേക്ക് അത് മാറ്റി. ഇനി
ഇതിൻ്റെ ബോർഡറിൻ്റെ സൈസ് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് തിക്നെസ് ഉള്ള ഒരു ബോർഡർ നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് വേണ്ട, അല്ലെങ്കിൽ കുറച്ചുകൂടെ കുറഞ്ഞത്. ശരി, ഇനി അടുത്തതായിട്ട് ഇതിന് ഈ എഴുതിയിരിക്കുന്ന നമ്മുടെ ഫോണ്ടുകളെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനായിട്ട് ഇവിടെ ബി എന്ന് കാണിച്ചിരിക്കുന്നത് ബോൾഡാണ്, നമുക്കത് ബോൾഡായിട്ട് വരും. കണ്ടോ? അടുത്തതായിട്ട് ഇതിന് സെൻറ്റർ അലൈൻമെൻറ്റ് ചെയ്യാനായിട്ട് ഇവിടെ അലൈൻമെൻറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക, സെൻറ്ററായിട്ട് അലൈൻമെൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഫോൾഡറിൽ വരുന്ന അല്ലെങ്കിൽ ഈ ഷീറ്റിൽ വരുന്ന എല്ലാം സെൻറ്റർ അലൈൻമെൻറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ കൊണ്ടുവരിക, സെൻറ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇവിടെ അടിക്കുന്ന നമ്മൾ ടൈപ്പ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സെൻട്രലായിട്ട് തന്നെ വരും. ഓക്കെ, ഇനി മെയിനായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കും. ഇപ്പോൾ ഈ ഒരു റോ നമ്മൾ സെലക്ട് ചെയ്തു, അതിനുശേഷം ഇവിടെ കളറിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അവിടെ വരിക, അവിടെ ഒരു ഗ്രീൻ, ഒരു ലൈറ്റ് ഗ്രീൻ നമ്മൾ അവിടെ കൊടുത്തു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു എക്സൽ ഷീറ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പിടികിട്ടും. ഇനി ഇത് ഓരോന്നും നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ പേര് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തു, ഈ ടൈപ്പ് ചെയ്ത് ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ ഇവിടെ മുകളിൽ സേവിങ് എന്ന് കാണിക്കും, സേവ്ഡ് ടു ഡ്രൈവ്. അതായത് ഈ ടൈം മുതൽ ഞാനിത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് സേവായി. ഓക്കെ, ഇനി ഇതിലെ ഏറ്റവും മെയിനായിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഓൺലൈനിൽ തന്നെ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഈ ഷീറ്റ് ഇപ്പോൾ ഉദാഹരണത്തിന് ഷീറ്റ് നമ്പർ 1 എന്ന് പറയുന്ന ഈ ഷീറ്റ്, ഞാനിവിടെ ഒരു ഷെയർ ഓപ്ഷൻ ഉണ്ട്, ഈ ഷെയർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ഷീറ്റ് എനിക്ക് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു മെയിൽ ഐ ഡി അടിക്കുകയാണെങ്കിൽ അതെനിക്ക് ആ ആൾക്ക് നമുക്കത് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. ഷെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഓട്ടോമാറ്റിക്കായിട്ട് റെസ്ട്രിക്റ്റഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലായിരിക്കും കിടക്കുന്നത്, അതിന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ലിങ്ക് വിത്ത് എനിവൺ എന്ന് പറയുന്നൊരു കോളം കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ വ്യൂവേഴ്സ് എന്ന് കാണാം. അതായത് ഈ ഒരു ലിങ്ക് നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കോപ്പി ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതുകൊണ്ട് ഇവിടെ ആയിട്ട് ആ കോപ്പി ലിങ്ക് വഴി നമ്മൾ അത് അവർക്ക് അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് അവരുടെ ജിമെയിൽ ഐ ഡിയിലോട്ട് നമ്മൾ അത് അയച്ചു കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ വ്യൂവേഴ്സിൻ്റെ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ വ്യൂവേഴ്സ് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്കത് കാണാൻ മാത്രമേ പറ്റൂ. അതായത് നമ്മളിവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്ന ഡേറ്റകൾ അവർക്ക് കാണാൻ മാത്രമേ പറ്റൂ. ഇനി അല്ല, എഡിറ്ററിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഷീറ്റിൽ എഡിറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ഗൂഗിൾ ഷീറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അതായത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരേ സമയം അതിനെ എഡിറ്റ് ചെയ്യാനും വ്യൂ ചെയ്യാനും ഒക്കെ പറ്റും. ഓക്കെ, ഒരു ഷീറ്റ് തന്നെ പല ആൾക്കാരും ഹാൻഡിൽ ചെയ്യേണ്ട കമ്പനികളും ഓഫീസുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്കത് വളരെയധികം ഉപയോഗമാണ്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഒരു വീഡിയോ ഇതുമായിട്ട് ബന്ധപ്പെട്ടത് ഇടണമെന്ന് ആഗ്രഹമുണ്ട്. അതായത് ഇതിലെങ്ങനെയാണ് ഒരു പിക്ചർ ഇൻസർട്ട് ചെയ്യുന്നത്, അതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇതിലെങ്ങനെയാണ് കണക്കുകൾ കൂട്ടുന്നത്, പിന്നെ ഇതിൽ കുറച്ച് ടൂൾസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഓരോ ഷീറ്റിലും ഇപ്പോൾ നമ്മൾ ഓരോന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുള്ള ഓരോ ടൂൾസിൻ്റെ ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ ചാനൽ അല്ലെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾ ഇനി തുടർച്ചയായിട്ട് ഇടുന്നതായിരിക്കും. ഓക്കെ.